കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്നൊരു പ്രത്യേക വിഷയവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. മാർപ്പാപ്പ ക്രിസ്തുവിൻ്റെ ദാസനോ അതോ എതിർ ക്രിസ്തുവിൻ്റെ ദാസനോ? ഇന്നു ക്രിസ്ത്യാനി സമൂഹത്തിലെ അനേകർ പറയുന്നത് മാർപ്പാപ്പ പത്രോസിൻ്റെ സിംഹാസനത്തിലാണ് ഇരുന്നത്. ഇന്നും മാർപ്പാപ്പ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും സഭയെ നടത്തിക്കൊണ്ടിരിക്കുന്നതും പത്രോസ് പറഞ്ഞതുപോലെയാണ് എന്ന് അനേക ക്രിസ്തു മതത്തിലുള്ളവർ പറയാറുണ്ട്. എന്നാൽ അല്പനേരം നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ്. പത്രോസ് അപ്പോസ്തലൻ അങ്ങനെ ഒരു സിംഹാസനത്തിൽ ഇരുന്നിട്ടുണ്ടോ എന്ന് നമുക്ക് വളരെ സംശയമുണ്ട്. കാരണം പത്രോസിൻ്റെ ശുശ്രൂഷയിലും പത്രോസിൻ്റെ അനുഭവത്തിൽ വെച്ച് നമ്മൾ നോക്കുമ്പോൾ അവർ വളരെ ദരിദ്രരായവരാണ്. അവർ മത്സ്യത്തൊഴിലാളികളാണ്. അവർ മീൻപിടുത്തക്കാരാണ്. മീൻ പിടിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് തന്നെയാണ് കർത്താവ് പോയി അവരെ വിളിച്ചിരിക്കുന്നത്. അവർ വലയും വള്ളവും ഒക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന ആ സമയത്താണ് കർത്താവ് ചെന്ന് അവരെ വിളിക്കുന്നത്. ഇന്നു മുതൽ നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാകും എന്ന് പറഞ്ഞിട്ട് ആ വള്ളവും വലയും എല്ലാം വിട്ട് യേശുവിൻ്റെ പിന്നാലെ പോവുകയാണ് ചെയ്തത്. അന്നു മുതൽ 3-3.5 വർഷം വരെയും അവർ യേശുവിൻ്റെ കൂടെ തന്നെ നടന്നു. യേശു പറയുന്ന സ്ഥലത്തെല്ലാം, പോകുന്ന സ്ഥലത്തെല്ലാം, യേശു പോയി പറയുന്ന സ്ഥലത്തെല്ലാം അവരുണ്ട്. യേശുവിൻ്റെ കൂടെ അവരാണ് ഒന്നാമതായി എത്തുന്നത്. പിന്നെ അവർ മീൻ പിടിക്കുവാനായിട്ട് ഒരു പ്രാവശ്യം മാത്രമേ പോയിട്ടുള്ളൂ. അത് കർത്താവ് മരിച്ചു ഉയർത്തതിന് ശേഷം. പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ ചിന്തിക്കാനുള്ളത് പത്രോസ് സിംഹാസനത്തിൽ ഇരുന്നിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇനി നമ്മുടെയൊക്കെ വീടുകളിലുള്ള പോലെയുള്ള പഴയ പായെങ്കിലും ഇന്നത്തെ വീടുകൾ, ഇന്നത്തെയാണ് ഞാൻ പറയുന്നത്, ഇന്നത്തെ നമ്മുടെ വീടുകളിലേക്ക് നമ്മൾ ഉപേക്ഷിക്കപ്പെടുന്ന പഴയ പായെങ്കിലും അപ്പോസ്തലന്മാർക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് നമ്മൾ ആ കഴിഞ്ഞ 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ജീവിതമല്ല ഇന്ന് ജീവിക്കുന്നത്. ടെക്നോളജി എല്ലാം വളർന്നു. മാർപ്പാപ്പ ഇന്ന് സിംഹാസനത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ അതിശയിക്കേണ്ട കാരണമില്ല. അതൊന്നും നമുക്ക് പ്രശ്നമില്ല. പക്ഷേ മാർപ്പാപ്പായുടെയും പത്രോസിൻ്റെയും ഉദ്ദേശം ഒന്ന് തന്നെയാണോ എന്ന് നമുക്ക് ചിന്തിക്കാം. പത്രോസ് കർത്താവായ യേശു കൽപ്പിച്ചതുപോലെ തന്നെയാണ് പത്രോസ് പോയത്. ആ പത്രോസിൻ്റെ ജീവിതം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അടികൊണ്ടും കല്ലേറുകൊണ്ടും കുത്തുകൊണ്ടും വെട്ടുകൊണ്ടുമൊക്കെ പിടിച്ച് കാരാഗ്രഹത്തിൽ കൊണ്ടുപോയിടുകയും വെട്ടിക്കൊല്ലാൻ തീരുമാനിക്കുകയും ന്യായാധിപ സഭയുടെ മുമ്പാകെ കൊണ്ടുപോയും വിധിക്കുന്നൊരവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടുന്നെല്ലാം ദൈവം അവരെ കാത്തു പരിപാലിച്ചു. എങ്കിലും അവസാന ഘട്ടത്തിൽ പത്രോസിൻ്റെ ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിൽ പത്രോസ് തലകീഴായി ക്രൂശിൽ തറക്കപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെയാണ് മരിക്കുന്നത് എന്ന് ചരിത്രം നമ്മൾ വിളിച്ചു പറയുന്നു. പ്രിയപ്പെട്ടവർ, അങ്ങനെ വല്ലതുമാണോ നമ്മൾക്ക് ഇന്ന് ലോകത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള മാർപ്പാപ്പമാരാരെങ്കിലും അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിനു വേണ്ടി, ആ ഉപദേശത്തിനു വേണ്ടി, ആ വചനത്തിനു വേണ്ടി, ആ ജനങ്ങളോടുള്ള ആത്മഭാരത്തോടുകൂടി ഏതെങ്കിലും ഒരു മാർപ്പാപ്പ ഈ ലോകത്തിൽ നിന്ന് മരിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഈ ഒരു മാർപ്പാപ്പ ഈ ഒരു സ്ഥാനത്തേക്ക് വന്നിട്ട് ഈ ലോകത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ വിശ്വാസികൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കർത്താവായ യേശുവിന് വേണ്ടിയോ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിന് വേണ്ടിയോ എന്തെങ്കിലും കഷ്ടം അനുഭവിച്ചിട്ടുണ്ടോ? അപ്പോൾ എങ്ങനെയാണോ പിന്നെ പത്രോസും മാർപ്പാപ്പായും ഒരേ തട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എങ്ങനെയാണ്? പ്രിയപ്പെട്ടവർ, നമ്മളൊന്ന് ചിന്തിക്കണം. രണ്ടാമത്തെ ഒരു വിഷയം, പത്രോസ് വിഗ്രഹാരാധനയ്ക്ക് പ്രോത്സാഹനം ചെയ്തിട്ടില്ല. വിഗ്രഹാരാധനയോട് വെറുപ്പായിരുന്നു പത്രോസിന്. കാരണം കർത്താവും അപ്പോസ്തലന്മാരും അതുമാത്രമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം, അവരെല്ലാം യഹൂദന്മാരായതുകൊണ്ട് അവർക്ക് ദൈവമുണ്ടായിരുന്നു, അവർക്ക് ദേവാലയം ഉണ്ടായിരുന്നു, അവർക്ക് യാഗപീഠങ്ങളുണ്ടായിരുന്നു, യാഗവസ്തുക്കളുണ്ടായിരുന്നു. എങ്കിലും അവിടെ അവർക്ക് വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ല. വിഗ്രഹാരാധകരല്ല. മോശയുടെ കാലത്ത് പോലും ആ വിഗ്രഹത്തെ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചവരോട് മോശയ്ക്ക് വിരോധമുണ്ടായി. മോശ കയ്യിലിരുന്ന ദൈവം എഴുതി കൊടുത്ത പലക കൊണ്ട് തന്നെ എറിഞ്ഞ് ആ വിഗ്രഹത്തെ തവിടുപൊടിയാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്ത് വന്നവരെല്ലാവരും, ദൈവത്തെ അനുസരിക്കുന്നവരെല്ലാവരും വിഗ്രഹാരാധനയോട് വെറുപ്പായിരുന്നു. വിഗ്രഹം ഉണ്ടാക്കുന്നവരല്ലായിരുന്നു, വിഗ്രഹത്തിൻ്റെ മുമ്പിൽ കുമ്പിടുന്നവരല്ലായിരുന്നു. മാർപ്പാപ്പ അങ്ങനെയാണോ ചെയ്യുന്നത്? മാർപ്പാപ്പായെയും പത്രോസിനെയും
ഒരേ തട്ടിൽ നമുക്ക് എങ്ങനെ തൂക്കി നോക്കാൻ പറ്റും? തൂക്കിയാൽ ശരിയാകുമോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ ഒരു കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ്. കാരണം ഇന്ന് മാർപ്പാപ്പ ഒരാൾ വിചാരിച്ചാൽ, കാരണം മാർപ്പാപ്പക്കുള്ളതുപോലെ സ്വാതന്ത്ര്യം വേറെ ഒരു വ്യക്തിക്കുമില്ല. ഒരു പ്രധാനമന്ത്രിയാണെങ്കിലും ഒരു പ്രസിഡൻ്റ് ആണെങ്കിലും, അമേരിക്കൻ പ്രസിഡൻ്റ് ആണെങ്കിലും പോലും അദ്ദേഹത്തിൻ്റെ കാലാവധി വരെ ഉള്ളൂ അദ്ദേഹത്തിനുള്ള അധികാരം. അത് കഴിഞ്ഞാൽ പോയി. പക്ഷെ മാർപ്പാപ്പയ്ക്ക് എന്ന് പറഞ്ഞ അധികാരം വലിയൊരു അധികാരമാണ്. അദ്ദേഹം മാർപ്പാപ്പയായി തീർന്നു കഴിഞ്ഞാൽ മരിക്കുന്നത് വരെയും ആ മാർപ്പാപ്പയ്ക്കുള്ള അധികാരമുണ്ട്. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കി, ആ മാർപ്പാപ്പ വിചാരിച്ചാൽ ഇന്ന് ഈ ക്രിസ്ത്യാനി സമൂഹത്തെ രക്ഷിക്കാൻ പറ്റും. കാരണം വിഗ്രഹാരാധന വിടണം. വിഗ്രഹാരാധന പാപമാണ്. വിഗ്രഹം ഉണ്ടാക്കരുത്. നമ്മുടെ ദേവാലയങ്ങളിൽ വിഗ്രഹം ഉണ്ടാക്കാൻ പാടില്ല, അത് വെക്കാൻ പാടില്ല, അതിൻ്റെ മുമ്പിൽ ആർക്കും കുമ്പിടാൻ പാടില്ല, അതിനെ ആരാധിക്കാൻ പാടില്ല, അതിനെ നമസ്കരിക്കാൻ പാടില്ല എന്ന് ഒരു ഓർഡർ റോമിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ വത്തിക്കാനിരുന്നു കൊണ്ട് മാർപ്പാപ്പ ഒരു ഓർഡർ ഇട്ടെന്നാൽ ഈ ക്രിസ്ത്യാനി സമൂഹം മാത്രമല്ല, മുസ്ലിങ്ങളും അതോടൊപ്പം തന്നെ ഹിന്ദുക്കൾക്കും ഒരു വലിയ മാറ്റം ഉണ്ടാവും. ഈ മൂന്ന് മതങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള 3 മതങ്ങളെ രക്ഷിക്കാൻ പറ്റും. കേരളത്തിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ലോകത്തിൽ മുഴുവനും ഒരു മാറ്റം ഉണ്ടാവും. ഇന്ന് വിഗ്രഹാരാധികളോടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൈവത്തിന് അറപ്പായിരിക്കുന്ന വിഗ്രഹാരാധനയാണ്. അത് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മനുഷ്യരുടെ മുമ്പിൽ ഉന്നതമായത് ദൈവത്തിൻ്റെ മുമ്പിൽ അറപ്പാണെന്നാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഗ്രഹാരാധനയാണ് മനുഷ്യനെ നശിപ്പിക്കുന്നത്. വിഗ്രഹാരാധികളാണ് അതിനോടനുബന്ധിച്ച് മദ്യപാനികളായി മാറുന്നതും ദ്രവ്യാഗ്രഹമുള്ളവരായി മാറുന്നതും മതപരമായിട്ട് വഴക്കുണ്ടാകുന്നതും കൊല്ലുന്നതുമൊക്കെ എല്ലാം ഈ വിഗ്രഹാരാധന മുഖാന്തരമാണ്. അപ്പോൾ ഇന്ന് മാർപ്പാപ്പയ്ക്കുള്ള അധികാരം വെച്ചിട്ട് മാർപ്പാപ്പ റോമിൽ ഇരുന്നു കൊണ്ട് ഒരു ഓർഡർ ഇട്ടെന്നാൽ ഈ ലോകം മുഴുവനും അത് അംഗീകരിക്കുവാൻ പറ്റും. കാരണം എന്താ? മാർപ്പാപ്പയ്ക്ക് അതിനുള്ള അധികാരമുണ്ട്. ഇന്ന് ലോകത്തിൽ ആർക്കാണ് ഇത്രയും സ്വാതന്ത്ര്യമുള്ളത്? ഏത് രാജ്യത്ത് പോകണമെങ്കിലും മാർപ്പാപ്പയ്ക്ക് പോകാം. ഏത് റൂട്ടിൽ കൂടെ പോകണമെങ്കിലും മാർപ്പാപ്പയ്ക്ക് പോകാം. മാർപ്പാപ്പയ്ക്ക് അത്ര സെക്യൂരിറ്റിയാണ്. അപ്പോൾ അത്രയും അധികാരമുള്ള ഒരാൾ ഇന്ന് പത്രോസിൻ്റെ സ്ഥാനത്താണ് ഇരിക്കുന്നതെങ്കിൽ പത്രോസ് എന്താണ് ചെയ്തതെന്ന് നോക്കണ്ടേ? പത്രോസ് വിഗ്രഹാരാധിയല്ലായിരുന്നു, വിഗ്രഹാരാധനയോട് വെറുക്കുന്നവനായിരുന്നു. അപ്പോസ്തലന്മാരാരും യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടന്നിട്ടുള്ള അപ്പോസ്തലന്മാരാരും വിഗ്രഹാരാധികരല്ല. അവർ വിഗ്രഹത്തെ ഉണ്ടാക്കുന്നവരല്ല. അവർ കാണാതെ വിശ്വസിക്കുന്നവരാണ്. യേശു പറഞ്ഞു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് യേശു പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു വിഗ്രഹം ഉണ്ടാക്കി, ആ ദൈവത്തിൻ്റെ പേരിൽ ഒരു വിഗ്രഹം ഉണ്ടാക്കി, ആ ദൈവത്തിനോടുള്ള മഹത്വവും ആ ദൈവത്തിനോടുള്ള സ്തുതിയും ആ ദൈവത്തിനോടുള്ള പുകഴ്ചയും ഈ വിഗ്രഹത്തിന് കൊടുത്താൽ എന്തായിരിക്കും? യേശു കർത്താവാണ് പറഞ്ഞത്, ജാതികൾ ബലി കഴിക്കുന്നത് ആർക്കാണ്? ഭൂതങ്ങൾക്കാണെന്നാണ്. ബലി കഴിക്കുന്ന ആർക്കാണ്? വിഗ്രഹങ്ങൾക്കാണ് ബലി കഴിക്കുന്നത്. പക്ഷെ അത് പോകുന്നത് ഭൂതങ്ങൾക്കാണെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇന്ന് ഈ ക്രിസ്തു മതത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന ധ്യാന ഭവനങ്ങളുണ്ട്. നമുക്കിപ്പോൾ എടുത്തു പറയാവുന്ന 2-3 ധ്യാന ഭവനങ്ങളുണ്ട്. ഒന്ന് മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രമാണ്, മറ്റൊന്ന് IMS ആണ്, മറ്റൊന്ന് കൃപാസനമാണ് നമ്മുടെ അറിയപ്പെടുന്നത്. ഇത് 3ഉം എന്താണ് നമുക്ക് ഗുണം ചെയ്യുന്നത്? ഇന്ന് ലോകത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ കേരളത്തിലുള്ള വിശ്വാസികളെ ദൈവത്തിങ്കിലേക്ക് അടുക്കുന്നതിന് തടസ്സം കൊണ്ടുവരുന്ന ഒരു പ്രസ്ഥാനങ്ങളാണ് ഇന്ന് ധ്യാനഭവനങ്ങളെന്ന് പറയും. അവിടെയെല്ലാം വിഗ്രഹാരാധനയാണ്. അതെല്ലാം വിഗ്രഹത്തിൻ്റെ പേരിലാണ്. അവിടെയെല്ലാം ഒരു സ്തോത്രം പിതാവിനെയും പുത്രനെയും കഴിച്ച് അമ്മയുടെ ഒരു സ്തോത്രം വിശ്വാസം കൊണ്ടുവരികയാണ്. അമ്മ യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ പേരിലൊരു വിശ്വാസം കൊണ്ടുവരികയാണ്. യേശുവിൻ്റെ അമ്മ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആരെയാണ് വിശ്വസിച്ചിട്ടുള്ളത്? ആരെയാണ് ബഹുമാനിക്കുന്നത്? ആരെയാണ് ആരാധിക്കുന്നതെന്ന് ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം വായിച്ചാൽ നമുക്കറിയാം. 1-2 അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം. ആ അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ മറിയ ആ കർത്താവിനെ എപ്പോഴും ഹൃദയത്തിൽ കണ്ടിരിക്കുന്ന ഒന്നാണ്. ആ കർത്താവിൻ്റെ ഇഷ്ടമാണ് ആ അമ്മ
ചെയ്തുകൊണ്ടിരുന്നത്. അമ്മയുടെ വയറ്റിൽ നിന്ന് പ്രസവിച്ച് ഒരു മകനായിട്ട് ജനിച്ചെങ്കിലും ആ മകൻ ആരാണെന്നുള്ളത്, മകൻ എങ്ങനെ വന്നെന്നുള്ളത് ആ അമ്മയ്ക്ക് അറിയാമായിരുന്നു. ജോസഫുമായിട്ട് കല്യാണ നിശ്ചയം നടത്തിയെങ്കിലും ജോസഫും മറിയയും തമ്മിൽ ശാരീരിക ബന്ധത്തിലൊന്നും അവർ ഏർപ്പെട്ടിട്ടില്ല. അത് ഏർപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞു. യേശുവിനെ പ്രസവിക്കുന്നതുവരെ അവർ പരിഹരിച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ജനിച്ചതെന്ന് ആർക്കറിയാം? മറിയയ്ക്കറിയാം. മറിയെല്ലാം ഹൃദയത്തിൽ ഒതുക്കിയിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളൊന്ന് മനസ്സിലാക്കണം, ഇന്ന് ഈ മാർപ്പാപ്പയ്ക്ക് വേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. മാർപ്പാപ്പയുടെ മനസ്സൊന്ന് തിരിയാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. മാർപ്പാപ്പയുടെ മനസ്സ് തിരിഞ്ഞാൽ ഞാൻ പത്രോസിൻ്റെ ഒരു സ്ഥാനത്താണ് ഇരിക്കണമെന്ന് ആ മാർപ്പാപ്പയ്ക്ക് മനസ്സിലായാൽ ആ മാർപ്പാപ്പ മനസ്സിലാക്കും, ഇന്ന് ഞാൻ പത്രോസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്, പത്രോസ് സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ഉപദേശം എന്താണ്, പത്രോസ് ജനങ്ങളോട് സംസാരിച്ചത് എന്താണ്, അത് മനസ്സിലാക്കിക്കൊണ്ട് മാർപ്പാപ്പ ഇടപെട്ട് കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യാനി സമൂഹം രക്ഷപ്പെടും. കാരണം എന്തുകൊണ്ടാണ്? ഒന്നാം മനുഷ്യനായ ആദാമിൻ്റെ പാപം മൂലം സകല മനുഷ്യരും പാപികളായി തീർന്നത് കൊണ്ടാണ് രണ്ടാം മനുഷ്യനായ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത്. ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ജഡത്തിൽ ഭൂമിയിൽ വന്ന് ഒരു മനുഷ്യനായി ജനിച്ച് നമുക്ക് വേണ്ടി, നമ്മുടെ പാപത്തിന് വേണ്ടി പരിഹാരമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ മനുഷ്യരും, ലോകത്തിലുള്ള സകല മനുഷ്യരും യേശു ക്രിസ്തുവിനെ, ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കണം. ആ വിശ്വസിക്കുന്നവർക്കാണ് രക്ഷ ഉള്ളത്. ആ രക്ഷ എന്താണ് മനസ്സിലാക്കേണ്ടത്? അവിടെ നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രമാണമുണ്ട്. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് പരിശുദ്ധാത്മാവിന് ശക്തി കൊടുത്തിട്ട് അവരോട് പറഞ്ഞു, ഭൂലോകത്തിലൊക്കെയും പോയി സകല സിദ്ധികളും സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞു. അങ്ങനെ സുവിശേഷം പ്രസംഗിച്ച് വിശ്വസിക്കുന്നവരെല്ലാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുമെന്നൊക്കെ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളും ചിട്ടരായിക്കൊള്ളുവിൻ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും ഉണ്ട്, നിങ്ങളോടുകൂടി ഉണ്ട്. ഇത് മനസ്സിലാക്കണം. ഇത് മാർപ്പാപ്പ മനസ്സിലാക്കിയാൽ ഈ ക്രിസ്തു സമൂഹം മുഴുവൻ രക്ഷപ്പെടാം. കാരണം നമ്മൾ ഒരിക്കലും പിന്നെ ന്യായവിധിയുമുണ്ട്. ആ ന്യായവിധി അകപ്പെടാതിരിക്കുവാൻ വേണ്ടിയാണ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. ഇത് ഇന്ന് ക്രിസ്ത്യ സമൂഹം മുഴുവനും അറിയണം. കാരണം ഇന്ന് അവർ എന്ത് ചെയ്താലും എങ്ങനെ ജീവിച്ചാലും ഒരു പ്രശ്നവുമില്ല. കാരണം എന്താണ്? ഈ പുരോഹിത വർഗങ്ങൾ എന്തു പറഞ്ഞു വെച്ചിരിക്കുക, അവരെ മരിച്ച് കൊണ്ടുപോയി അടക്കാൻ പോകുന്ന സമയത്ത് അവിടെ 1-2 പാട്ടുകളൊക്കെ പാടി അവരെ കൊണ്ടുപോയി അടക്കും. നമ്മുടെ ദാസൻ സ്വർഗത്ത് പോയെന്നും പറയും. പ്രിയപ്പെട്ടവരെ, അത് തെറ്റാണ്. ഒരിക്കലും അങ്ങനെ നടക്കത്തില്ല. സ്വർഗീയ പിതാവിൻ്റെ ഒരു ഇഷ്ടമുണ്ട്. ആ പിതാവ് എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ഒരു മനുഷ്യന്, പാപിയായ ഒരു മനുഷ്യന് ദൈവതേജസ് നഷ്ടപ്പെട്ടു പോയ ഒരു ഒന്നാം മനുഷ്യനായ ആദാമിനെ, അവൻ പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടപ്പോൾ അവൻ പാപിയായി തീർന്നു. ദൈവത്തിൻ്റെ മകൻ എന്നുള്ള സ്ഥാനം അവന് പോയി. ആ വ്യക്തിക്ക് എങ്ങനെ പിന്നെ സ്വർഗത്തിൽ പോകാൻ പറ്റും? അതിനു വേണ്ടിയാണ് നമുക്ക് തന്നിരിക്കുന്ന ഈ പ്രമാണം. യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു, ജനിച്ചു, വളർന്നു. അവൻ നമുക്ക് വേണ്ടി, നമ്മുടെ പാപത്തിന് വേണ്ടി പരിഹാരമായി തീർന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും നമ്മളെ ശുദ്ധീകരിച്ചു. നമ്മൾ വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കണം. നമുക്കതിന് തന്നിരിക്കുന്ന ഒരു പ്രമാണമുണ്ട്. ആ പ്രമാണമാണ് വിശുദ്ധ ബൈബിളിൻ്റെ പുതിയ നിയമം. ആ പുതിയ നിയമം നമ്മൾ അനുസരിച്ച് ജീവിക്കണം. ഇങ്ങനെ ഇത് മാർപ്പാപ്പ പറയുന്നുണ്ടോ? ഇങ്ങനെ പറഞ്ഞു മാർപ്പാപ്പ തന്നെ ഒരു മാതൃക കാണിക്കുകയാണെങ്കിൽ ഈ ക്രിസ്തീയ സമൂഹം മുഴുവൻ രക്ഷപ്പെടും. അതോടൊപ്പം മുസ്ലിം സമുദായവും രക്ഷപ്പെടും. അതോടൊപ്പം ഹിന്ദുക്കളും രക്ഷപ്പെടും. ലോകത്തിൽ ആരും നശിച്ചു പോകുകയില്ല. എല്ലാവർക്കും രക്ഷ പ്രാപിക്കാൻ സാധിക്കും. ഈ മദ്യപാനികളും മയക്കുമരുന്നിന് അടിമകളായിട്ടും വ്യഭിചാരം ചെയ്തും തമ്മിൽ മാതാപിതാക്കന്മാരെ വെട്ടിക്കൊന്നും ഇങ്ങനെയുള്ള നാശങ്ങൾ അപ്പോഴൊന്നും ഉണ്ടായില്ല. സത്യമായിട്ട് പറയുകയാണ്, അങ്ങനെ ഒരു നാശവും ഉണ്ടായില്ല. ഈ കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് പറഞ്ഞിരിക്കുന്ന സുവിശേഷം നമ്മൾ കേട്ടു വിശ്വസിച്ച് അനുസരിച്ച് ജീവിക്കുവാനായിട്ട് സകല പള്ളികളിലും സകല ജനത്തോടും പറഞ്ഞ് അവരെ മനസ്സിലാക്കി, അവരെ ബോധവൽക്കരിച്ച് അവർക്ക് വീണ്ടും ഒരു ജനനം അവർക്കുണ്ടാകണം. അവർ വിശ്വസിച്ച് സ്നാനപ്പെടണം. യേശു കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃക സ്നാനം, വെള്ളത്തിൽ മുങ്ങി സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയാൽ ഒരു മനുഷ്യൻ പോലും ഈ ഭൂമി നശിച്ചു പോയില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്നാണ് പിതാവിൻ്റെ ഇഷ്ടം. പിതാവ് അങ്ങനെയാണ് എല്ലാവരും സ്നേഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് നമുക്കൊരു ന്യായവിധി വരുന്നത്? ആ ന്യായവിധിയിൽ ആർക്കും പോയി വീഴാൻ സ്തോത്രം
അനുവദിക്കുന്നില്ല. ദൈവം ആരെയും അങ്ങനെ അങ്ങോട്ട് വിടുവാൻ അനുവദിക്കുന്നില്ല. പക്ഷേ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേൾക്കണം. ഇത് മാർപ്പാപ്പ ഈ ലോകത്തോട് പറയുമെങ്കിൽ ഈ ലോകത്തിലുള്ള സകല ജനങ്ങളും രക്ഷ പ്രാപിക്കും. ക്രിസ്ത്യാനി വർഗം മാത്രമല്ല, മുസ്ലിം സമുദായവും ഹിന്ദുക്കളും എല്ലാവരും രക്ഷ പ്രാപിക്കും. കാരണം എന്താ? ഈ ക്രിസ്ത്യാനി വർഗം മുഴുവൻ ഈ സത്യം വിളിച്ച് പറയുമ്പോൾ ഈ ഹിന്ദു മാർഗത്തിൽ വന്നവരും മുസ്ലിം സമുദായക്കാരും ജൈനമതക്കാരും സിഖ് മതക്കാരും പാഴ്സി മതക്കാരും അങ്ങനെയുള്ള ഏത് മതക്കാരുണ്ടോ അവരെല്ലാം രക്ഷ പ്രാപിക്കും. അത് മാർപ്പാപ്പ ഒരാൾ മാത്രം വിചാരിച്ചാൽ നടക്കുമെന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം കർത്താവിൻ്റെ വരവ് ഇത്ര ആസന്നമായെന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം എന്താ? വിശുദ്ധ ബൈബിൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. രാജ്യത്തോട് എതിർക്കും, ജാതിയോട് എതിർക്കും, ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഉണ്ടാവും. അവിടെ എല്ലാം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വന്നു. ഇതുവരെയും കാണാത്തത് കാണും, കേൾക്കാത്തത് കേൾക്കുമെന്ന് യേശു പറഞ്ഞു. അതെല്ലാം നടക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഒരു സമയം അടുത്തിരിക്കുന്നു. ഇനി കാഹളം കേൾക്കാൻ മാത്രം നമുക്ക് ആദോർത്തിരുന്നാൽ മതി. കാരണം എന്താണ്? പ്രാണപ്രിയനായ കർത്താവായ യേശുവിൻ്റെ വരവ് പടിവാതിലെത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ക്രിസ്തീയ സമൂഹത്തോടും ലോകത്തിലുള്ള സകല ജനത്തോടുമുള്ള എൻ്റെ ആത്മഭാരമാണ് ഞാനിത് പറയുന്നത്. ആരെയും താഴ്ത്തിക്കെട്ടുവാനോ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുവാനോ അല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ ദൈവസ്നേഹത്തിലാണ് ഞാനിത് പറയുന്നത്. ആരും നശിച്ചു പോകരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു കുഞ്ഞു പോലും, ലോകത്തിൽ ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകരുത്. കാരണം എന്താണ്? കെടാത്ത തീയും ചാകാത്ത പുഴുവാണ്. അത് ഗന്ധകത്തു നിന്ന് പോവുകയാണ്. അത് നിത്യ നരകമാണ്. അതിനകത്ത് പോയാൽ അവൻ്റെ ജീവിതം മുഴുവൻ, അതായത് എന്നുവരെയാണ് അതുള്ളത്, ആ യുഗായുഗങ്ങൾ അതിനകത്ത് കിടക്കേണ്ടി വരും. അവിടെ കരച്ചിലും പല്ലുകടിയും ഒന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ നരകത്തിലേക്ക് ഒരു മനുഷ്യൻ പോലും പോകാതിരിക്കുവാൻ വേണ്ടിയാണ് ഞാനിത് ഇന്ന് വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. സ്തോത്രം. ദൈവസ്നേഹത്തിലാണ് ഞാനിത് വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് കാണുന്നവരും കേൾക്കുന്നവരും എല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവർക്കും എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.